അഭിവന്യ തിരുമേനിമാരും മറ്റ് പ്രാസംഗികരൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് എനിക്ക് ബോധ്യം വന്നത്. പണ്ടൊരു പ്രായമുള്ള അപ്പച്ചൻ മരിച്ചു കിടന്നപ്പോൾ കുറേ പ്രാസംഗികർ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മകനോട് ചോദിച്ചു, മോനെ ആ കിടക്കുന്നത് നമ്മുടെ അപ്പച്ചൻ തന്നെയാണോ എന്ന് നോക്കി നോക്കണം. കാരണം വീട്ടിൽ വളരെ ശല്യക്കാരനായിരുന്നു. ഇത്രയും പുകഴ്ച കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു സംശയം, ഇത് ഇദ്ദേഹം ആള് മാറിപ്പോയതാണ്. ഞാൻ ഇത്രയും പ്രാഗൽഭ്യത്തോടൊന്നും പ്രവർത്തിച്ചിട്ടില്ല. എന്നെ ഏൽപ്പിച്ച മണ്ഡലങ്ങളിൽ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ അമേരിക്ക എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ ഈ സ്വപ്ന ഭൂമിയായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അമേരിക്കയിലെ സേവനം ചെയ്യുന്ന പാവം പിടിച്ച അച്ഛന്മാരെ എന്തൊക്കെ സഹിക്കുന്നു എന്നുള്ളത് അവിടെ നിന്നുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഒരു പള്ളിയിലെ ഒരച്ഛനെ പൊതുയോഗം നടത്തിയ അവസരത്തിൽ ആ പള്ളിയിലെ ഒരു മെമ്പർ ഷൂട്ട കാലുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ കയറി നിന്ന് പോലീസ് മുറയിൽ ഒരു തിരിച്ചത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അച്ഛൻ്റെ എഴുത്ത് എനിക്ക് വികാരി അംഗമാണെന്നുള്ള നിലയിൽ വന്നു. അതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ ആശുപത്രിയിൽ പോയതിൻ്റെയും അവിടുത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കി. സത്യത്തിലെ ഹൃദയവേദനയോടുകൂടിയാണ് ഇത് വായിച്ചതും അച്ഛനുമായി അതിന് ശേഷം സംസാരിച്ചതും. അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്. ഇതൊന്നും കേൾക്കാതെ അദ്ദേഹത്തിൻ്റെ കാലിൽ കയറി നിന്ന് ഷൂ ഇട്ട കാലുകൊണ്ട് കസർത്ത് കാണിച്ച ആളുകൾ വരെ നമ്മുടെ കാനായ സമുദായത്തിലെ പ്രിയ മക്കളായിട്ടുള്ള ഒരു ദേശത്താണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. സന്ദർഭവശാൽ ഈ അഭിമന്യ പിതാക്കന്മാർ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു പകുതി സ്നേഹത്തോടും കുറച്ചെങ്കിലും അല്പം കൂടെ മുന്നോട്ട് കടന്നുമൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം അതല്ലാതെ രക്ഷപ്പെടുകയില്ല. ഞങ്ങളുടെ ഡാളസ് പള്ളിയിൽ നിന്നുള്ള വളരെ മുതിർന്ന ഒരു വ്യക്തി വടകശ്ശേരിൽ ജോയിച്ചാനുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. അതുപോലെ ദോഹ സെയിൻറ്റ് പീറ്റേഴ്സ് ഇടവകമായിരുന്ന നമ്മുടെ ആലമൂട്ടിൽ കുഞ്ഞുമോൻ ഇവിടെ ഉണ്ട്. ഞാൻ അദ്ദേഹം ഈ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, പക്ഷേങ്കിൽ ഇവിടെ ഉണ്ട്. എൻ്റെ അളിയൻ സണ്ണിയുണ്ട്. ഇവർക്കൊക്കെ അറിയാം. ഞാൻ വളരെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് നല്ലൊരു പേരും എനിക്കുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ദൈവം എന്നെ എടുത്തുപയോഗിക്കുന്നു എന്ന് അറിഞ്ഞതിലും അറിയുന്നതിലും സന്തോഷമുണ്ട്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ ജീവകിരീടം ഞാൻ നിനക്ക് നൽകും എന്നുള്ളതിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കാനായ സമുദായത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയും അതിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുവാനും നമ്മുടെ ഇടവകകളെ ഏതു സ്ഥലത്തായിരുന്നാലും സ്നേഹിച്ച് അതിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവം ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനോടൊപ്പം എനിക്ക് ഈ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അഭിമന്യ തിരുമേനിമാരെ അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്തു. അതിനവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. കൂടാതെ ഇവരിലൊക്കെ എളുപ്പമുള്ള നമ്മുടെ സിൽവാനോസ് തിരുമേനിയെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അമേരിക്കൻ പ്രദേശങ്ങളിൽ അദ്ദേഹം ഏതോ ഒരു വിഭിന്ന സിംഹാസനം രൂപീകരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പരക്കെ ഒരു പറച്ചിലുണ്ട്. യാതൊരു കാരണവശാലും കാനായ സമുദായത്തെ വിട്ട് വേറൊരു സംവിധാനത്തിലേക്ക് അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്ന് ഉറപ്പ് പറയുവാൻ എനിക്ക് സാധിക്കും. ഒരിക്കലും ഒരു വ്യക്തിയോട് പോലും നമുക്ക് സ്വതന്ത്രമായ ഒരു സിംഹാസനം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭദ്രാസനം വേണമെന്ന് അഭിമന്യ സിൽവാനോസിന് വേണ്ടി പറഞ്ഞിട്ടില്ല. ഞാനിത് പറയുന്നത് എന്നെ കേൾക്കുന്ന ഐതിലിലെ ജനമെങ്കിലും ഇത് മനസ്സിലാക്കണം. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള അചഞ്ചലമായ ഭക്തി കാത്തു സൂക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. അമ്മയെ മറന്നാലും അന്ത്യോക്യയെ മറക്കല്ലേ എന്ന് നമ്മെ പഠിപ്പിച്ചവനായ ഭാഗ്യസ്മരണാർഹനായ ക്ലിമീസ് തിരുമേനിയുടെ അമ്മ വീട്ടുകാരായ ഐത്തല പള്ളിയിൽ തീർച്ചയായും നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച പട്ടമേറ്റവനായ ഞാൻ യാതൊരു കാരണവശാലും അന്ത്യോക്യയെ വിട്ടുള്ള ഒരു കളിക്കും
ഒരിക്കലും കാരണഭൂതനാവുകയില്ല. അതുപോലെ ആര് അതിന് പ്രവർത്തിച്ചാലും ചെറുവിരൽ പോലും അതിന് അനുകൂലമായി ഞാൻ അനക്കുകയില്ല. സിൽവാനോസ് തിരുമേനി എന്നല്ല ഏത് മെത്രാപ്പോലിത്തയായാലും അന്ത്യോക്യ സിംഹാസനത്തിനോട് ഒരു വെല്ലുവിളി നടത്തിയ ചങ്കു വിരിച്ചു നിന്നതിനെ നേരിടുന്നതിനുള്ള ധൈര്യവും ചങ്കൂറ്റവും എനിക്കുണ്ട് എന്ന് എന്നെ പ്രിയപ്പെടുന്ന എന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുകയില്ല. അതുപോലെ തന്നെ ജ്ഞാനായ സമുദായത്തിന്റെ അഖണ്ഡതയും നമ്മുടെ പാരമ്പര്യവും കാത്തു സൂക്ഷിച്ച് ഞാൻ മുൻപോട്ട് പോകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. നമ്മുടെ ഭക്തിയിലെ ഇത് അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. പരിശുദ്ധ അന്ത്യോക്യ ഇപ്പോഴത്തെ പരിശുദ്ധ പാത്രികീസ് ബാവ ഞാനിവിടെ വന്നപ്പോൾ പേരോട് പറഞ്ഞു, ഈ പഴയ ബാവായുടെ പടത്തിന് പകരം നമ്മളിപ്പോൾ ഇനിയും വെക്കേണ്ടത് പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രയം ദ്വിതീയൻ പാത്രികീസ് ബാവായിക്ക് സ്വാഗതമെന്നോ ആശംസകളെന്നോ പറഞ്ഞുള്ള പടമാണ്. അദ്ദേഹത്തെ 2 പ്രാവശ്യം കാണുവാനും സംസാരിക്കുവാനും മണിക്കൂറുകൾ സംസാരിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പള്ളി പണിയുന്ന ഐതലപ്പള്ളിയുടെ പണി നടക്കുന്ന ഒരു അവസരത്തിൽ അദ്ദേഹം ഇവിടുത്തെ മെത്രാപ്പൊലീത്തയാണെങ്കിൽ വന്ന് അവിടെ ജോലി ചെയ്യുന്ന മറ്റാളുകളോട് കുപ്പായം മടക്കി കുത്തി അതിൽ സഹകരിക്കുന്ന ഒരു തിരുമേനിയായിരുന്നു അപ്രയം കരീം കൂടിയോസ്. ഒരു പക്ഷെങ്കിലെ നമ്മുടെ തിരുമേനിമാരും ഏതാണ്ട് അതേ ഗണത്തിൽപ്പെട്ടവരാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ലഭിച്ച ഈ സ്ഥാനലബ്ധി നിങ്ങളുടെ ഇടവകയ്ക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്ക് ലഭിച്ച ഈ ഓറപ്പിസ്കോപ്പ സ്ഥാനം, ഇതിന്റെ എല്ലാവിധമായിട്ടുള്ള പദവികളും ഞാൻ ഇടവകയുടെ നാമത്തിൽ സമർപ്പിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ഈ ഇടവകയോടുള്ള കൂറും ഈ സമുദായത്തോടുള്ള ഭക്തിയും ആദരവുകളും ഇതിന്റെ മെത്രാപ്പൊലീത്തന്മാരോടുള്ള എല്ലാവിധമായിട്ടുള്ള ഭക്തിയാദരവുകളും പ്രദർശിപ്പിക്കുന്നതോടൊപ്പം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും രേഖപ്പെടുത്തി എനിക്ക് ഇങ്ങനെ ഒരു അവസരവും ഇങ്ങനെ ഒരു സ്വീകരണവും ഒരുക്കി തന്ന ഐതല സെന്റ് കുര്യാക്കോസ് ഇടവകയുടെ വികാരിയോടും എന്റെ ക്ഷണവും ഈ ദേവാലയത്തിന്റെ ക്ഷണവും സ്വീകരിച്ചൂടെ വന്നു ചേർന്ന എന്റെ ഗുരുഭൂതനും അതുപോലെ മറ്റ് ഓറപ്പിസ്കോപ്പന്മാരോടുമുള്ള നന്ദിയും അഭിമന്യ തിരുമേനിമാരോടുള്ള സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എനിക്ക് നൽകിയ ഉപഹാരങ്ങൾക്ക് നിങ്ങളോട് നന്ദി പറഞ്ഞു ഞാൻ എൻ്റെ ബന്ധുക്കാരൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഇളയശ്ശേരി അച്ഛനെ കൂടെ ഓർക്കുകയാണ്. ആ അവസരങ്ങളിൽ അദ്ദേഹം ഇല്ലായിരുന്നു. എല്ലാവരോടും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളൊക്കെ ദുഃഖറോനിലേക്ക് വന്നവരും ഈ സമ്മേളനം അറിഞ്ഞുകൊണ്ട് വന്നവരും എല്ലാവരുമുണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഒറ്റ വാക്ക് കൂടി ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ബുദ്ധി നൽകുവാൻ ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച ജ്ഞാനം എനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കണമേ, പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും കൂട്ടമായി അനുഗ്രഹിക്കും.